ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും ഒക്കെ ആയിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ നെറ്റ്വർക്കൊക്കെ നല്ല പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ക്ലാസ് ഉണ്ടാവാതിരുന്നത് കേട്ടോ. സോറി. നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ കണ്ടപ്പം എനിക്കും ഭയങ്കര എന്താണ് ഒരു സങ്കടമായി. എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് ഞാൻ സോറി പറയുന്നു. കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാതിരുന്നത്. റെഡി ആയിരുന്നു, വീഡിയോസൊക്കെ റെഡി ആയിരുന്നു. അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ രാഷ്ട്രപതി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കാം. രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവനായിരുന്നു. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ലേഡി ഹാർഡിഞ്ചിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രപതി ഭവൻ ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ്രോയ്സ് ഹൗസ് എന്നാണ്. റീഗൽ പാലസ് എന്ന പേരിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത്. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. രാഷ്ട്രപതി നിലയം നോക്കാം. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം പണികഴിപ്പിച്ചത് ഹൈദരാബാദ് നൈസാമാണ് 1860. രാഷ്ട്രപതി നിവാസ് ആണെങ്കിൽ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. രാഷ്ട്രപതി നിവാസ് രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിൻ ആണ്. ഇനി രാഷ്ട്രപതിമാരാണ് പ്രത്യേകതകൾ നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. 1950 ജനുവരി മുതൽ 26 1962 മെയ് 13 വരെ. അപ്പം ഇനി ജനനം ആണെങ്കിൽ 1884 ഡിസംബർ 3 ബീഹാറിലായിരുന്നു. മരണമാണെങ്കിൽ 1963 ഫെബ്രുവരി 28. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നു, 12 വർഷം. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു. ഇന്ത്യയുടെ ഇടക്കാല മന്ത്രിസഭയിൽ 1946 സെപ്റ്റംബർ 2 ഭക്ഷ്യ കൃഷി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദാണ്. ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതിയാണ് 1962. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ആത്മകഥ തന്നെയാണ്. 1946. ഇനി രാജേന്ദ്ര പ്രസാദിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണെങ്കിൽ മഹാപ്രയാൺഘട്ട്, പാറ്റ്ന. ഇനി പ്രധാന കൃതികളാണ് നോക്കുന്നത്. സത്യാഗ്രഹ ഇൻ ചമ്പാരൻ 1922. ഇന്ത്യ ഡിവൈഡഡ് 1946. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി, ബാപ്പു ഖേ ഖത്മോം മേം, ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ജനനം 1888 സെപ്റ്റംബർ 5 ആണ്. മരണമാണെങ്കിൽ 1975. തിരുത്തണിയാണ്, തമിഴ്നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രീവിയസ് ആയിട്ട്. ഇന്ത്യയിലെ 2ാമത്തെ പ്രധാനമന്ത്രിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ്. എതിരില്ലാതെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ്. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ്. 1954 ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. തത്വചിന്തകനായിട്ടുള്ള രാഷ്ട്രപതിയാണ്. പ്രധാന കൃതികൾ നോക്കാം. ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, മൈ സെർച്ച് ഫോർ ട്രൂത്ത്, ദ ഭഗവത്ഗീത, റിലീജിയൻസ് ആൻഡ് സൊസൈറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. 1962 മുതൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നു. സക്കീർ ഹുസൈനാണ് നോക്കുന്നത്. ജനനം 1897 ഫെബ്രുവരി 8. മരണമാണെങ്കിൽ 1969 മെയ് 3 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയായ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നത്, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ചോദിച്ചാലും സക്കീർ ഹുസൈൻ തന്നെയാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുന്നു. കാലാവധി തികയ്ക്കാത്ത ആദ്യ രാഷ്ട്രപതി, വിദ്യാഭ്യാസ തത്വചിന്തകനായിട്ടുള്ള രാഷ്ട്രപതി, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ജാമിയ മിലിയയാണ്, ഉത്തർപ്രദേശ്. ഇനി പ്രധാന കൃതികൾ: അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി. അടുത്തതായിട്ട് വി ഗിരിയാണ്. 1969 ഓഗസ്റ്റ് 24 മുതൽ 1974 ഓഗസ്റ്റ് 24 വരെയായിരുന്നു കാലഘട്ടം. ജനനം 1894 ഓഗസ്റ്റ് 10, മരണമാണെങ്കിൽ 1980 ജൂൺ 24. രാഷ്ട്രപതിയായ നാലാമത്തെ വ്യക്തിയാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച ഏക രാഷ്ട്രപതി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി. ചന്ദ്രനിലെ ലോഹ ഫലകത്തിൽ ഇന്ത്യക്കു വേണ്ടി സന്ദേശം അയച്ച രാഷ്ട്രപതിയാണ്. പക്ഷേ PSC ഉത്തര സൂചിക പ്രകാരം നാസയുടെ ഔദ്യോഗിക രേഖകളിൽ പ്രസ്തുത സന്ദേശം നൽകിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി എന്നാണ് പ്രതിപാദിച്ചിരുന്നത് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ്. രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയാണ് വി ഗിരി. പ്രധാന കൃതികൾ: ഈ രാജിവെച്ചിട്ടുള്ള ആദ്യ ഉപരാഷ്ട്രപതി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ടൈംസ്, അതുപോലെ തന്നെ സൗണ്ട് ഓഫ് സോൾ. ഇത്രയുമാണ് പ്രധാന കൃതികൾ. ഇനി ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ജനനം 1905 മെയ് 13, മരണമാണെങ്കിൽ 1977 ഫെബ്രുവരി 11. രാഷ്ട്രപതിയായ അഞ്ചാമത്തെ വ്യക്തിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ള രണ്ടാമത്തെ മുസ്ലിമാണ്. ഇന്ത്യൻ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. ഏറ്റവും അധികം ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി. പദവിയിലിരിക്കെ അന്തരിച്ച രാഷ്ട്രപതി. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. ആദ്യത്തേത് ആരാണ്? കമൻറ്റ് ചെയ്യണേ. നീലം സഞ്ജീവ റെഡ്ഡി. ജനനം 1913 മെയ് 19 അനന്തപൂർ, ആന്ധ്രാപ്രദേശിലാണ് ജനനം. മരണം 1996 ജൂൺ 1. രാഷ്ട്രപതിയായ ആറാമത്തെ വ്യക്തിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയും ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു. ഇനി ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ്. രാജിവെച്ച ആദ്യ ലോക്സഭാ സ്പീക്കറാണ്. ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി ഏതാണെന്ന് ചോദിച്ചാലും അത് നീലം സഞ്ജീവ റെഡ്ഡി തന്നെയാണ്. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ആയിട്ടോ. ഇനി വളരെ കുറച്ച് ഭാഗം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബേർഡ്, ആംഗ്രി ബേർഡ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. GSAT-11 ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. വിക്ഷേപണ വാഹനം ഏരിയൻ 5 VA 246 ആണ്. ഇനി വിക്ഷേപണ തീയതി എന്ന് പറയുന്നത് 2018 ഡിസംബർ 5. വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാന. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് GSAT-11. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് GSAT-17. വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാന. ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വാർത്താവിനിമയ ശൃംഖലകൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-7A. ഇനി ആംഗ്രി ബേർഡ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് GSAT-7A. ഹൈസിസ് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമാണ് ഹൈസിസ്. ഭൂമിയുടെ ഉപരിതലം കൂടുതൽ മികവോടെയും സൂക്ഷ്മതയോടെയും പഠിക്കുകയാണ് ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. വിക്ഷേപണ വാഹനം PSLV C-43. വിക്ഷേപണ തീയതി 2018 നവംബർ 29. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ്. മെഗാട്രോപിക്സ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. മെഗാട്രോപിക്സ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ വാഹനം PSLV C-18 ആണ്. മെഗാട്രോപിക്സിനോടൊപ്പം വിക്ഷേപിക്കുന്ന ചെറു ഉപഗ്രഹമാണ് ജുഗ്നു. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ്. ജുഗ്നു ഉപഗ്രഹം നിർമ്മിച്ചത് IIT കാൺപൂരാണ്.
കലാംസാറ്റ് V2 2019 ജനുവരി 24-ന് ISRO വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളാണ് മൈക്രോസാറ്റ് 6, കലാംസാറ്റ് V2. വിക്ഷേപണ വാഹനം PSLV-C-44. കലാംസാറ്റ് V2വിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1.26 kg ആണ്, 26 kg ആണ്. വികസിപ്പിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യയാണ്, ചെന്നൈയിൽ. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം കലാംസാറ്റ് V2 ആണ്. കലാംസാറ്റ് V2വിനേക്കാൾ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളായിട്ടുള്ള കലാംസാറ്റ് എന്നിവ ഭ്രമണപഥത്തിൽ എത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാംസാറ്റ് V2 ആണ്. ഇനി കൃഷി, ദുരന്ത നിവാരണം എന്നിവയുടെ സഹായത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ജുഗ്നു. സമുദ്രത്തിലെ ഉപരിതലം സൂക്ഷ്മമായിട്ട് പഠിക്കുന്നതിനായി വിക്ഷേപിച്ച സാറ്റലൈറ്റ് സരളാണ്. 2013 ഫെബ്രുവരി 25. വിക്ഷേപണ വാഹനം PSLV-C-20. എക്സീഡ് സാറ്റ് 1. ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സീഡ് സാറ്റ് 1. എക്സീഡ് സാറ്റ് 1 വിക്ഷേപിച്ച വാഹനം ഫാൽക്കൺ 9 ആണ്, സ്പേസ് എക്സ്. എക്സീഡ് സാറ്റ് 1നോടൊപ്പം വിക്ഷേപിച്ച മറ്റു ഉപഗ്രഹങ്ങളുടെ എണ്ണം 63 ആണ്. നാവിക് നോക്കാം. വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്കയാണ്. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയിട്ടുള്ള പദ്ധതി IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇനി ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ വരുന്നത് നാവിക്കാണ്. ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ്. ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്, ശ്രീഹരിക്കോട്ട. ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമുള്ള മറ്റ് രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ. ഇനി അതിൽ ഉപഗ്രഹം വാഹനം വിക്ഷേപിച്ച തീയതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി IRNS ശ്രേണിയിൽ പരാജയപ്പെട്ട 8ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമാണ് IRNSS 1H ട്ടാ. ഇനി ISRO നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം ബ്യാലലു, ബാംഗ്ലൂരു. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ ആദ്യ ഭാഗത്ത് കുറച്ച് പറഞ്ഞിട്ടുള്ള ഇപ്പം ISROൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന് കൂടുതലായിട്ടും ചോദിക്കാം. ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ മംഗൾയാൻ, ചന്ദ്രയാൻ, അങ്ങനെയുള്ള പിന്നെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടൊന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഇതിൻ്റെ ഒരു ബേസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് പഠിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വായിച്ചു പോകുമ്പോൾ എല്ലാം വായിച്ചു പോവാം. ആസ്ട്രോസാറ്റ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ തന്നെയാണ്. ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റാണ് PSLV-C-30. ആസ്ട്രോസാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 6 ആണ്. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്ന് വിക്ഷേപിക്കുന്ന ആസ്ട്രോസാറ്റിനെയാണ്. അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് ആസ്ട്രോസാറ്റിനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി തൃഷ്ണയാണ് പഠിക്കാനുള്ളത്. തൃഷ്ണ ISRO 2024 വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന ഉപഗ്രഹമാണ് തൃഷ്ണ. ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയും ISROയും തമ്മിലുള്ള സംയുക്ത ദൗത്യമാണ്. ജെമിനി ആണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ദുരന്ത മുന്നറിയിപ്പ്, മത്സ്യബന്ധന മേഖലകളിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹമാണ് ജെമിനി. നിസാർ ആണെങ്കിൽ നാസയുടെ ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ കേന്ദ്രമാണ് നിസാർ. നൂതന റഡാർ ഇമേജിംഗ് ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങൾ ആഗോളതലത്തിൽ അളക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2023 തുടക്കത്തിൽ ഈ പദ്ധതി സമാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. GSAT 24 ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ്. DTH ആപ്ലിക്കേഷൻ ആവശ്യമായി നിറവേറ്റാൻ പ്ലാൻ ഇന്ത്യ കവറേജുള്ള 4180 kg ഭാരമുള്ള 24 കൂ ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്. 2022 ജൂൺ 22 ആണ്. ഇനി ഭൂവനാണ്. ഭൗമോപരിതലത്തിൽ ത്രിമാന ദൃശ്യങ്ങൾ പകർക്കുന്നതിന് വേണ്ടിയിട്ട് ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭൂവന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രോജക്റ്റ് നെത്ര. ഇനി നേത്ര കേട്ടോ. അപ്പം അതിൽ ബഹിരാകാശത്തുള്ള ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയാകുന്ന അവശിഷ്ടത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനായി ISRO ആരംഭിക്കുന്ന ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് പ്രോജക്റ്റ് നേത്ര. ഇനി ശുക്രയാൻ 1 ആണ്. അത് ശുക്രയാൻ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ISRO ആസൂത്രണം ചെയ്യുന്ന ദൗത്യമാണ്. ഇനി മംഗൾയാനും ചന്ദ്രയാനും നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര
ദൗത്യം എന്ന് പറയുന്നത് മംഗൾയാനാണ്. ഇന്ത്യ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വാ ദൗത്യം മംഗൾയാനാണ്. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം മംഗൾയാനാണ്. ചൊവ്വാ ദൗത്യത്തിൻ്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യം ഇന്ത്യയായിരുന്നു. മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് 2013 നവംബർ 5-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ശ്രീഹരിക്കോട്ട. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ തുടങ്ങിയവയ്ക്ക് ശേഷം ചന്ദ്രൻ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യയും ആദ്യ പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2 ആണ്. വിക്ഷേപണ വാഹനം GSLV MK 111 M1 ആണ്. ഇനി വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 1-ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം GSLV Mark 3 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കുന്നത്. നാളത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ തീർത്തത് ലോകചരിത്രം തീർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യയൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജെൻഡർ ഓഫ് നൗൺസ് ആണ് ഇംഗ്ലീഷിൽ നോക്കാം. അപ്പം മസ്കുലിനും ഫെമിനിനും ആണ്. അബോട്ട്, അബസ്. അതുപോലെ തന്നെ ആക്ടർ ആണെങ്കിൽ ആക്ട്രസ് അല്ലേ, ആക്ടർ ആണെങ്കിൽ ആക്ട്രസ്. ബാച്ചിലർ ആണെങ്കിൽ സ്പിൻസ്റ്റർ, മെയ്ഡ് എന്നും സ്പിൻസ്റ്റർ എന്നും പറയുന്നുണ്ട്. ബ്രിഡെക് റൂം എന്ന് പറയുന്നത് ബ്രൈഡ് അല്ലേ, ബ്രൈഡ് ഗ്രൂമാണ് ബ്രൈഡ്. പിന്നെ ബുള്ളാണെങ്കിൽ കൗവാണ്, കൗവ്. ബള്ളോക്ക് ഹൈഫർ. കോക്ക് ഹെന്ന്. കോൾട്ട് ഫില്ലി. ക്സാരീന. ഇനി മസ്കുലിനും ഫെമിനിനാണ്. ഡോഗ് ബിച്ച്, ഡോഗിൻ്റെ ബിച്ചാണ്. ഡ്രാക്ക് ഹെന്ന് ഡക്ക്. ഡ്രോണ് ബി. ഡ്യൂക്ക് ഡച്ചസ്. എംപെറർ എംപ്രസ് ആണ്. ഫോക്സ് ആണെങ്കിൽ വിക്സൺ ആണ്, വിക്സൺ. ഗാൻഡർ ഗൂസ്. ജെന്റിൽമാൻ ലേഡി. ഹെയറസ്. ഇനി മസ്കുലിനും ഫെമിനിനും തന്നെയാണ്. ഹീറോ ഹീറോയിൻ. ഹോസ് മെയർ. ഹോസ്റ്റസ്. ജാക്ക് ആസ് ജെന്നി ആസ്. ലാഡ് ലാസ്. ലാൻഡ്ലോഡ് ലാൻഡ്ലേഡി. ലയൺലെസ്. ലോഡ് ലേഡി. മാൻ സെർവൻറ്റ്, മെയ്ഡ് സെർവൻറ്റ്. ഇനി നോക്കാം മാസ്റ്റർ മിസ്ട്രസ്. മോങ്ക് ഫ്രിയർ നണ്ണാണ്. ഇനി മർഡറസ്. ഓക്കെ. നെഫ്യൂ നൈസ്. പീക്കോക്ക് പീഹൻ. പോയറ്റസ് എന്നാണ്, പോയട്രസ് എന്നല്ല, പോയറ്റസ് എന്നാണ്. ഇനി പ്രീസ്റ്റസ്. പ്രിൻസസ്. സർ മാഡം. സ്റ്റാഗ് ഹിൻഡ്. സ്റ്റീവാർഡസ്. ടൈഗറസ്. വെയിറ്ററസ്. വിഡോ. വിസാർഡ് വിച്ച്. ഇനി നമ്മൾ മലയാളമാണ് നോക്കുന്നത്. ശബ്ദവിഭാഗമാണ് നോക്കുന്നത്. വർണ്ണങ്ങളെ ഓരോ പ്രകാരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ശബ്ദത്തെ പ്രകൃതി എന്നു പറയുന്നു. വർണ്ണങ്ങളെ ഓരോ പ്രകാരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ശബ്ദത്തെ പ്രകൃതി എന്നു പറയുന്നു. അർത്ഥയുക്താക്ഷരം ശബ്ദമതേ പ്രകൃതി എന്നതാണ് ശബ്ദത്തെ
കേരള പാണിനീയത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളെയും വാചകം, ദ്യോതകം എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വാചകം എന്താണെന്ന് നമ്മൾക്ക് ഫസ്റ്റ് നോക്കാം. പൂർണ്ണമായിട്ടും അർത്ഥമുള്ള ശബ്ദങ്ങളാണ് വാചകം. പൂർണ്ണമായിട്ടും അർത്ഥമുള്ള ശബ്ദമാണ് വാചകം. അതായത് ഏതെങ്കിലും വസ്തുവിനെയോ ക്രിയയെയോ ഗുണത്തെയോ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വാചകം. പുസ്തകം, ഓടുന്നു, കഴിവ്, ഭംഗി, അതാണ് ഉദാഹരണങ്ങൾ. ഇനി ദ്യോതകമാണെങ്കിൽ തനിയെ നിൽക്കുന്ന അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളോട് ചേരുമ്പോൾ അർത്ഥമുണ്ടാകുന്നതുമായ ശബ്ദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയാം. തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളോട് ചേരുമ്പോൾ അർത്ഥമുണ്ടാകുന്നതുമായിട്ടുള്ള ശബ്ദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയാം. അപ്പോൾ അതിൽ വരുന്നത് ഉദാഹരണം കൊണ്ട്, പറ്റി, ഓ, എങ്കിലും, ഓളം, മുതൽ, വരെ എന്ന തുടങ്ങുന്നവയാണ് അപ്പോൾ ദ്യോതകത്തിൽ വരുന്നത്. ഇനി കൊണ്ട് എന്ന പദം തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതാണ്. എന്നാൽ വടി കൊണ്ട് അടിച്ചു എന്നതിൽ വടി, അടിച്ചു എന്നീ പദങ്ങളെ അർത്ഥയുക്തം ബന്ധിപ്പിക്കുന്നത് കൊണ്ട് എന്ന പദം ചേർത്തിരിക്കുന്നു. ഉദാഹരണം 10 മണി മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്നു. അവിടെ 500ഓളം പേർ കൂടി നിന്നിരുന്നു. പള്ളിക്കൂടങ്ങൾ 4 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ദ്യോതകത്തിൻ്റെ ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്. ഇനി അർത്ഥബോധം നൽകുന്നവയാണ് വാചകങ്ങൾ. അർത്ഥബോധം ഇല്ലാത്തവയാണ് ദ്യോതകം. നാമം, ക്രിയ, ഭേദകം എന്നീ ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമേ ദ്യോതകങ്ങൾക്ക് നിൽക്കാനാവൂ. പ്രകൃതിക്ക് അനുസരിച്ച് ദ്യോതകത്തെ നിപാതം, അവ്യയം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ദ്യോതകത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അത് നിപാതവും അവ്യയവുമാണ്. നിപാതം നോക്കാം. ശുദ്ധമായിട്ടുള്ള ദ്യോതക ശബ്ദമാണ് നിപാതം. നിപാതം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ദ്യോതക ശബ്ദമാണ് നിപാതം. അതിൽ പ്രത്യയങ്ങൾ വരുന്നത് ഓ, എ. സമുച്ചയ നിപാതവും ഓ വികല്പ നിപാതവും എ എന്നത് അവതാരണ നിപാതവുമാണ്. അപ്പോൾ ഉദാഹരണം രാമനും കൃഷ്ണനും, രാധയോ ലക്ഷ്മിയോ, അപ്പം നമുക്കേ കഴിയൂ, അങ്ങനെയുള്ളതാണ്. അപ്പം അതിൽ എന്നത് സമുച്ചയ നിപാതം. എന്താണ്? സമുച്ചയ നിപാതമാണ്. ഓ എന്താണ്? വികല്പ നിപാതമാണ്. വികല്പ നിപാതമാണ്. എ എന്നത് അവതാരണ നിപാതവുമാണ്. ഇനി അവ്യയമാണ്. അവ്യയത്തിൽ വാചകങ്ങൾ രൂപഭേദം വന്ന് ദ്യോതകമായി തീരുന്നവയാണ് അവ്യയങ്ങൾ. പറ്റി, നിന്ന്, എന്ന്, കുറിച്ച്, എന്ന. വസ്ത്രത്തിൽ അഴുക്കു പറ്റി. ഈ വാക്യത്തിലെ പറ്റി വാചകമാണ്. ഹിമാലയത്തെ പറ്റി കേൾക്കാത്തവരില്ല. മരത്തിൽ നിന്നും കുട്ടി വീണു. അവർ വന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അവനെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിരുന്നു. യമുന എന്ന ഒരു നദി. ദ്യോതകത്തെ വ്യാപാരം അഥവാ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി വീണ്ടും 4ആയി തിരിക്കുന്നുണ്ട്. ഗതി, ഘടകം, വാക്ശേപകം, കേവലം. ഗതി നോക്കാം. ഏതെങ്കിലും വിഭക്തിയോട് ചേർന്ന് നിന്ന് ആ വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകങ്ങളാണ് ഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് കൊണ്ട്, നിന്ന്, വെച്ച്, ഊടെ ഇവ ഗതികളാണ്. കുട്ടിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു, കൊണ്ട്, അല്ലേ. അപ്പം പുഴയിലൂടെ സഞ്ചരിച്ചു, ഊടെ. നാട്ടിൽ വെച്ച് കണ്ടു, വെച്ച്. അപ്പം പാത്രത്തിൽ നിന്നെടുത്ത വെള്ളം, നിന്ന്. അപ്പം ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വിഭക്തി പ്രത്യയത്തെയും കൂടുതൽ വിശദമായും വിധമാണ് ഈ ദ്യോതകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ ഗതികളാണ്. ഇനി ഘടകത്തിലാണെങ്കിൽ സമാനമായിട്ടുള്ള 2 പദങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഘടകം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുക. രാമൻ്റെയും സീതയുടെയും കഥ കേട്ടു. ഞാനും നീയും പോകും. ഇവിടെയുള്ള നിപാതമാണ്. ഇപ്പം നിപാതമാണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. വേറെ ഉദാഹരണം ശ്രദ്ധിക്കുക. അച്ഛനോ അമ്മയോ വരും. ഉച്ചയ്ക്കോ വൈകിട്ടോ മഴ പെയ്യും. ഇവിടെ എന്ന ഘടകമാണ് പദങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവക്ക് യഥാക്രമം നൽകിയിരിക്കുന്ന മറ്റു പേരുകളാണ് സമുച്ചയം, വികല്പം എന്നിവ. എന്ന സമുച്ചയം രണ്ടിനും തുല്യ സ്ഥാനം നൽകുന്നു. ആകട്ടെ ഏതെങ്കിലും ഒന്നിനുള്ള സാധ്യത കാണിക്കുന്നു. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഞാനും നീയും പോകും. ഇരുവരും പോകുമെന്ന സൂചനയാണ് അവിടെയുള്ളത്. ഞാനോ നീയോ പോകും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെന്ന സൂചനയാണ്. ഇനി വാക്ശേപകമാണ്. വാക്ശേപകത്തിലെ മറ്റു പദങ്ങളോട് ചേരാതെ അർത്ഥത്തെ, മനോഭാവത്തെ കാണിക്കുന്ന ദ്യോതകങ്ങളാണ് ഇവ. അയ്യോ, ഊവ്, ഹാ, കഷ്ടം. ഇവ വാക്യത്തിൽ എഴുതുമ്പോൾ അർത്ഥസൂചന നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അയ്യോ, എൻ്റെ വാച്ച് കാണുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ അയ്യോ എന്നത് സങ്കടകരമായ ഒരു കാര്യത്തിന് മുമ്പാണ് വന്നത്. ആകട്ടെ ഒരു കാര്യം അറിയാം എന്ന സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അയ്യോ എന്നത് കേട്ടാൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും എന്ന് കേട്ടാൽ നല്ലതായിട്ടുള്ള ശരിയായ ഒരു കാര്യമാണെന്നും സൂചന കിട്ടുന്നു. അങ്ങനെ ഘടക പദങ്ങളോട് ചേരുന്നില്ലെങ്കിലും ഘടക അർത്ഥം നൽകുന്നവയാണ് വാക്ശേപകങ്ങൾ. അത് യഥാർത്ഥത്തിൽ മനോവികാരത്തെ വാക്യരൂപേണ ദ്യോതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. അയ്യോ, ഞാൻ എടുത്തില്ല. അയ്യോ, ഈ പേപ്പർ കീറിയല്ലോ. എനിക്കറിയാം. പേന എൻ്റെ കയ്യിലുണ്ട്.
അപ്പം ഇത്രയുമാണ്. ഇനി കേവലമാണെങ്കിൽ ഗതി, ഘടകം, വാക്ഷേപകം ഇവയിലൊന്നും പെടാതെ ദ്യോതകങ്ങളുണ്ട്. ഓ തന്നെ തുടങ്ങിയവ കേവല ദ്യോതകങ്ങളാണ്. ഇതിൽ ഉദാഹരണം, നീ കവിത വായിച്ചോ, ബാലൻ സ്കൂളിൽ പോയോ. ഇവിടുത്തെ ഓ ചോദ്യങ്ങളാണല്ലോ കാണിക്കുന്നത്. ഇതാണ് കേവലമായിട്ടുള്ള ഓ എന്ന് പറയുന്നത്. ഇനി തന്നെ എന്ന കേവല ദ്യോതകം ശ്രദ്ധിക്കുക. മറ്റുള്ളവയെ ഒഴിവാക്കി ഒന്നിൽ തന്നെ സവിശേഷാർത്ഥം ദ്യോതിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നീ തന്നെ മിടുക്കൻ, പൂവിന് തന്നെ ഭംഗി, ദൈവം തന്നെ ശരണം. മിടുക്ക്, ഭംഗി എന്നിവ ഗുണമായാലും ശരണം എന്ന ആശ്രയമായാലും നാമം ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത് തന്നെ എന്ന പദമാണ്. അപ്പം കേവലത്തിൽ വരുന്നത് എന്താണ്? മിടുക്ക്, ഭംഗി തുടങ്ങിയ ഗുണമായാലും ശരണം എന്ന ആശ്രയമായാലും ഒന്നിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പം അത് തന്നെ എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നത് എന്നാണ് പറയുന്നത്. നാളെ നമുക്ക് പഠിക്കാനുള്ളത് നാമവിഭാഗമാണ്. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നന്ദി.